ഹായ് ഓൾ, ക്ലാസ് 10 CBSE മാത്തമാറ്റിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് പോളിനോമിയൽസ്. അപ്പോൾ എന്താണ് ഈ പോളിനോമിയൽസ് എന്ന് പറഞ്ഞാൽ 9th നമ്മൾ പഠിച്ചിട്ടുണ്ട് പോളിനോമിയൽസിൻ്റെ ഡെഫിനേഷനൊക്കെ കൃത്യമായിട്ട്. പക്ഷേ 10th നമ്മളത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. 9th നിങ്ങൾ പോളിനോമിയൽസിൽ എന്തൊക്കെ പഠിക്കുന്നുണ്ടോ, പോളിനോമിയൽസിലാണ് അതിൽ ആൾജിബ്രിക് എക്സ്പ്രഷൻസ് ഉണ്ട്, അത് ആവശ്യമില്ല. പക്ഷേ പോളിനോമിയൽസ് നിങ്ങൾ എന്തൊക്കെ പഠിച്ചിരിക്കുന്നോ അത് ഫുള്ളായിട്ട് നമുക്ക് 10th ആവശ്യമുണ്ട്. അത് മുതൽ വേണം നിങ്ങൾ 10th പോളിനോമിയൽസ് പഠിച്ചു തുടങ്ങാനായിട്ട്. കാരണം 2024 ബോർഡ് എക്സാമിനേഷനിൽ 2022 ബോർഡ് എക്സാമിനേഷനിലൊക്കെ പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് 10th CBSE മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു, ടോപ്പിക് ഒന്നല്ലായിരുന്നു. 9th പോളിനോമിയൽസ് എന്നുള്ള ടോപ്പിക്കായിരുന്നു. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പോളിനോമിയൽസ് എന്നുള്ള ചാപ്റ്റർ പഠിക്കുമ്പോൾ 9th പോളിനോമിയൽസോടെ മക്കൾ കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് പോളിനോമിയൽസ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എന്താണ് ഈ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ, എന്താണ് പോളിനോമിയൽ എന്ന് നോക്കുന്നതിന് മുന്നേ ആദ്യം നിങ്ങൾ അറിയണം എന്താണ് ഹോൾ നമ്പേഴ്സ്. എന്താണ് ഹോൾ നമ്പേഴ്സ്? 0, 1, 2, 3, 4, 5, 6, 7 എക്സെട്ര അങ്ങനെ പോകുന്ന നമ്പേഴ്സാണ് ഹോൾ നമ്പേഴ്സ്. ഇതറിഞ്ഞാലാണ് നമുക്ക് പോളിനോമിയൽസിലേക്ക് കടക്കാൻ പറ്റുക. അപ്പോൾ ഈ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഒരു ആൾജിബ്രിക് എക്സ്പ്രഷനാണ്, ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ്. അതിലെന്തൊക്കെ ഉണ്ടാവും? വാരിയബിൾസ്, അതായത് ഫോർ എക്സാമ്പിൾ എക്സ് വരുന്ന പോളിനോമിയൽ, വൈ വരുന്ന പോളിനോമിയൽ, കെ വരുന്ന പോളിനോമിയൽ, എം വരുന്ന പോളിനോമിയൽ, അങ്ങനെ വാരിയബിൾസ് ഉണ്ടാവും. അതേപോലെ നമ്മളെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഉണ്ടാവും. പിന്നെ കോൺസ്റ്റൻറ്റ് നമ്പേഴ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ x+5 ഒരു കോൺസ്റ്റൻറ്റ് നമ്പറാണ്. ഇതേപോലെ കോൺസ്റ്റൻറ്റ് നമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ അല്ലേ? പിന്നെ കോഎഫിഷ്യൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ 4x എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടെങ്കിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ഇവിടെ ആര്? 4 എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോഎഫിഷ്യൻസും വേരിയബിൾസും കോൺസ്റ്റൻസും അതേപോലെ ആൾജിബ്രിക് ഓപ്പറേഷൻസ്, ഇതൊക്കെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ എന്താ പറയുക, ഇതിൻ്റെ ഒരു ജനറൽ ഡെഫിനിഷനിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്, കീ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് ലൈനാണ്. ഹോൾ നമ്പർ എക്സ്പോണൻസ് ഓൺ ദ വേരിയബിൾസ്. എക്സ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പവേഴ്സ്. വേരിയബിൾസിന് പവേഴ്സ് ആയിട്ട് ആരേ വരാൻ പാടുള്ളൂ? ഹോൾ നമ്പേഴ്സേ വരാൻ പാടുള്ളൂ. അതാണ് ഏറ്റവും കീ കൺസെപ്റ്റ്. വേരിയബിളിൻ്റെ പവറായിട്ട് ഹോൾ നമ്പേഴ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. ദാറ്റ് മീൻസ് 3x+5 ഇതൊരു പോളിനോമിയലാണോ? ആണ്. കാരണം എന്താ? ഇവിടെ വേരിയബിൾ ഏതാ? എക്സ് ആണ് വേരിയബിൾ. അതിൻ്റെ പവർ എത്രയാ? വെറും എക്സ് എന്ന് പറഞ്ഞാൽ x⁻1 ആണ്. ആ 1 ഹോൾ നമ്പർ ആണോ? ആണ്. അതുകൊണ്ട് അത് പോളിനോമിയലാണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, 3x² + 2x⁻1 ഇതൊരു പോളിനോമിയലാണോ? ഇവിടെ വേരിയബിൾ ഏതാ? എക്സ് ആണ്. എക്സിൻ്റെ പവർ ഏതാ? 2 - 1. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇത് ഹോൾ നമ്പർ അല്ലേ? പിന്നെ എന്താ പ്രശ്നം? അത് മാത്രം ഹോൾ നമ്പർ ആയിട്ട് കാര്യമില്ല. വേരിയബിൾ എവിടെയൊക്കെ വരുന്നോ അതിൻ്റെ ഒക്കെ പവർ ഹോൾ നമ്പർ ആയിരിക്കണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഹോൾ നമ്പർ ആണോ? അല്ല. അപ്പോൾ അത് പോളിനോമിയൽ അല്ല. അപ്പോൾ വേരിയബിളിൻ്റെ പവറായിട്ട് എക്സ്പോണൻ്റ് ആയിട്ട് ഹോൾ നമ്പേഴ്സ് വന്നാൽ മാത്രമേ അത് പോളിനോമിയലാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ പോളിനോമിയൽസ്? ഫസ്റ്റ് വണ്ണിൽ 2x² + 3√x+6 ഒറ്റ നോട്ടത്തിൽ പോളിനോമിയലാന്ന് തോന്നുമെങ്കിലും പോളിനോമിയൽ അല്ല. കാരണം എന്താ? കാരണം മറ്റൊന്നുമല്ല, 2x² + 3 × √x എന്ന് പറഞ്ഞാൽ എന്താ? 3 × √x എന്താ? x⁻1/2 ആണ് അല്ലേ? +6. ഈ x⁻1/2 എന്ന് പറഞ്ഞാൽ എന്താ? 1/2. എക്സിൻ്റെ പവറായിട്ട് 1/2 ഹോൾ നമ്പർ ആണോ? അല്ല. അതുകൊണ്ട് പോളിനോമിയൽ അല്ല. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ, ഇവിടെ എക്സിൻ്റെ പവർ 2 ആണ്, പുറത്തുള്ള എക്സിൻ്റെ പവർ ഇവിടെ 1 ആണ്, ഹോൾ നമ്പർ ആണ്, അതുകൊണ്ട് പോളിനോമിയലാണ്. ഇനി അടുത്തതിൽ ഇവിടെ 2/x ഉണ്ട്. ആ അടിയിലത്തെ എക്സ് മേലോട്ടേക്ക് എടുത്ത് എഴുതുമ്പം x⁻1 ആയിട്ട് മാറും. x⁻1 ആയിട്ട് മാറിയാൽ -1 ഹോൾ നമ്പർ ആണോ? അല്ലല്ലോ. അതുകൊണ്ട് പോളിനോമിയൽ അല്ലാണ്ടാവും. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സിൻ്റെ പവർ 2 ആണ്, വെറും എക്സ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ പവർ 1 ആണ്, പോളിനോമിയലാണ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ബോർഡ് എക്സാമിനേഷൻ്റെ ടൈമിൽ CBSEയുടെ ബോർഡ് എക്സാമിനേഷന് ചോദിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ അക്കാദമിക് ഇയറിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് PYQസോ NCERT ടെക്സ്റ്റ് ബുക്കോ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ ഒന്നുമല്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, മാത്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ലേണിങ്ങിനാണ്. കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക. അതായത് കൺസെപ്റ്റ്സ് കൃത്യമായിട്ട് വൃത്തിക്ക് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കുറേ ക്വസ്റ്റ്യൻസ് ബൈഹാർട്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാത്സ് എക്സാമിനേഷൻ എവിടെ എത്താൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതി ബൈഹാർട്ട് പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ കോർ കൺസെപ്റ്റ് മനസ്സിലാക്കുക. കോർ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ എന്താണ് ചെയ്യേണ്ടത്?
ഏറ്റവും ബെസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് ക്ലാസ് അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സിലിരുന്നിട്ട് ഏറ്റവും കൂടുതൽ ടൈം, ഏറ്റവും കൂടുതൽ എല്ലാ കൺസെപ്റ്റ്സും ടെക്സ്റ്റ് ബുക്കിലുള്ളതും അല്ലാത്തതുമായിട്ടുള്ള നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്കൊരു എക്സാമിനേഷൻ, ബോർഡ് എക്സാമിനേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണോ അത് മുഴുവൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുമെന്ന് 100% നിങ്ങൾക്ക് വിശ്വാസമുള്ള ക്ലാസ്സിൽ, ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സിലിരുന്നിട്ട് പഠിക്കുക എന്ന് പറയുന്നതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ബാച്ചാണ് അസ്ത്ര ബാച്ച് എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി നിങ്ങൾ വിചാരിക്കും ഇത് ഞാൻ അസ്ത്ര ബാച്ചിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് പറയുകയാണെന്ന്. ഒരിക്കലും അല്ല. നിങ്ങൾക്ക് അസ്ത്ര ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയില്ല. നിങ്ങൾക്ക് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളെ വൃത്തിക്ക് പഠിപ്പിക്കുന്ന ഏത് ടീച്ചറാണോ ആ ടീച്ചറെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അസ്ത്ര ബാച്ച് എന്ന് പറയുന്നത്. അസ്ത്ര ബാച്ചിൽ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും മാത്സിൽ റിയൽ നമ്പേഴ്സ് മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി അസ്ത്ര ബാച്ചിലുള്ള കുട്ടികൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് അറിയാം അസ്ത്ര ബാച്ചിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞു. പോളിനോമിയൽസ് എന്നുള്ള ചാപ്റ്റർ ഞാൻ 2 പാർട്ട് എടുത്തു കഴിഞ്ഞു. ഈ 2 പാർട്ടിലും ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് 9th കൺസെപ്റ്റ്സ് ആണ്. 9th എന്താണ് പോളിനോമിയൽസ് എന്ന് തുടങ്ങിയിട്ട് 9th നമ്മൾ പഠിക്കുന്ന സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേമും പോളിനോമിയൽസിൻ്റെ ഡിഗ്രി, സീറോസ്, എല്ലാ കാര്യങ്ങളും ഇഞ്ച് ബൈ ഇഞ്ച്, പോയിന്റ് ബൈ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പോളിനോമിയൽസ് എന്നുള്ള ചാപ്റ്റർ അസ്ത്ര ബാച്ചിൽ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. റിയൽ നമ്പേഴ്സ് അത്രയും ഗംഭീരമായിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തുകൊണ്ടാണ് റിയൽ നമ്പേഴ്സ് അഫ്ന സാറ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അത്രയും മാക്സിമം ഇൻ ഡീറ്റെയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് അസ്ത്ര ബാച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അസ്ത്ര ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കൂടെ പോകുന്ന സ്ക്രോളില്ലേ ആ സ്ക്രോളിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 3 പ്ലാൻ ഉണ്ടാവും. ഒന്ന് ബേസ് പ്ലാൻ, ഒന്ന് ഇൻഫിനിറ്റി, ഒന്ന് ഇൻഫിനിറ്റി പ്രോ. ഞാൻ നിങ്ങളോട് പേഴ്സണലായിട്ട് പറയും, നിങ്ങൾ ബേസ് പ്ലാൻ എടുക്കണ്ട, ഇൻഫിനിറ്റി പ്രോയോ ഇൻഫിനിറ്റി ബാച്ചോ ഇൻഫിനിറ്റി പ്രോ ബാച്ചോ എടുത്താൽ മതി. ഓക്കെ, അതിൽ എൻട്രൻസിൻ്റെ ഫൗണ്ടേഷൻ കൂടെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഫിനിറ്റി പ്രോ എടുത്താൽ മതി. അല്ലെങ്കിൽ എൻട്രൻസിൻ്റെ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ നിങ്ങൾ ഇൻഫിനിറ്റി ബാച്ച് പർച്ചേസ് ചെയ്താൽ മതി. ബേസ് പ്ലാൻ എടുക്കാതിരിക്കുക. ബേസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മൈൻഡ് മാപ്പും ഇൻസ്റ്റാളൊന്നും കിട്ടില്ല. ആ ഒരു 1000 റുപ്പീസിൻ്റെ വ്യത്യാസത്തിന് മൈൻഡ് മാപ്പും ഇൻസ്റ്റാളും നിങ്ങൾ ഒഴിവാക്കണ്ട എന്ന് തന്നെ ഞാൻ നിങ്ങളോട് പറയുള്ളൂ. ഓക്കെ, സോ ഇൻഫിനിറ്റി ബാച്ചിൽ, അസ്ത്ര ബാച്ചിൻ്റെ ഇൻഫിനിറ്റി പ്ലാനിൽ നിങ്ങൾ കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫിനിറ്റി പ്രോ പ്ലാനിൽ കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക. അസ്ത്ര ബാച്ചിൻ്റെ കൂടെ ഈ അക്കാദമിക് അതിഗംഭീരമായിട്ട് പഠിച്ചിട്ട് ഏകദേശം 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന റിവിഷനാണ് നമ്മൾ അസ്ത്ര ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഓരോ പീരീഡ് കഴിയുമ്പോഴും 10 MCQs വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ചാപ്റ്റർ വൈസ് എക്സാംസ് ഉണ്ടാവും. അത് നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷൻ്റെ സെയിം ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ടൈം എക്സാംസ്, മൊഡ്യൂൾ വൈസ് എക്സാംസ് ഉണ്ടാവും, മോഡൽ എക്സാംസ് ഉണ്ടാവും. ഒരുപാട് എക്സാംസും ഒരുപാട് മെറ്റീരിയൽസും ഒരുപാട് ഗുഡ് ക്വാളിറ്റി ക്ലാസ്സസും നിങ്ങൾക്ക് അസ്ത്ര ബാച്ചിൽ ലഭിക്കുന്നതാണ്. ആൻഡ് നിങ്ങൾ ലൈവ് ക്ലാസ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ലൈവ് ക്ലാസ് ഓർഡറിലാണ് പോവുക. റിയൽ നമ്പേഴ്സ്, പോളിനോമിയൽസ്, അങ്ങനെ 1, 2 NCERT ടെക്സ്റ്റ് ബുക്കിൽ അതേ ഓർഡറിലാണ് പോവുക. അറ്റ് ദ സെയിം ടൈം കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൻ്റെ റെക്കോർഡഡ് വീഡിയോസും അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ സ്കൂളിൽ 5ാമത്തെ ചാപ്റ്ററാണ് ടീച്ചർ ആദ്യം എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് പേൾ കണ്ടാൽ മതി. പേൾ വീഡിയോസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. റെക്കോർഡഡ് വീഡിയോസ് കണ്ടാൽ മതി. സെയിം കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ, പക്ഷേ ഡിഫറെൻറ്റ് സ്റ്റൈലിലായിരിക്കും, ഡിഫറെൻറ്റ് ടീച്ചറായിരിക്കും. നിങ്ങൾക്ക് രണ്ടും എക്സ്പീരിയൻസ് ചെയ്യാം പാരലായിട്ട്. അതാണ് പേളിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് അസ്ത്ര ബാച്ചിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ബഹുഭൂരിപക്ഷം ഫീച്ചേഴ്സും നിങ്ങളുടെ കുട്ടികളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ ഞങ്ങളോട് വന്ന് പറയുന്നതിൻ്റെ ബേസിൽ ഞങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഒബ്വിയസ്ലി ഇൻസ്റ്റാളാണ്, മൈൻഡ് മാപ്പ്, അതൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ വന്ന് ഞങ്ങളോട് ചോദിക്കും സാർ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടോ, എന്തെങ്കിലും സാധനങ്ങളുണ്ടോ. അതിൻ്റെ ബേസിൽ ഞങ്ങളിരുന്ന് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അത് യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. ഈ അക്കാദമിക് അവസാനത്തേക്ക് വെക്കാതിരിക്കുക ഒട്ടും കേട്ടോ. അവസാനത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ലപോലെ ബുദ്ധിമുട്ടും, എസ്പെഷ്യലി മാത്സിൻ്റെ ലൈഫ് കേസിലൊക്കെ. ആദ്യമേ ചാപ്റ്റേഴ്സ് വൃത്തിക്ക് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ബോർഡ് എക്സാമിനേഷനൊക്കെ വളരെ കൂളായിട്ട് ഒട്ടും സ്ട്രെസ് ഇല്ലാതെ പോയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് മനസ്സമാധാനം ഉണ്ടാകും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണല്ലോ. എക്സാമിൻ്റെ സമയത്തൊക്കെ മനസ്സമാധാനം ഉണ്ടാകുക എന്ന് പറയുന്നത് ഏറ്റവും വളരെ കോർ തിങ് ആണ്. അത് നിങ്ങൾക്ക് ഉണ്ടാവും, ഉറപ്പിച്ച് പറയാം. ഓക്കെ, സോ ബാക്കി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ പറഞ്ഞത് പോളിനോമിയൽസ് ആവുക എപ്പോഴാണെന്നാണ്. വാരിയബിളിൻ്റെ പവർ ഹോൾ നമ്പർ ആണെങ്കിൽ മാത്രമേ അത് പോളിനോമിയൽ ആവുകയുള്ളൂ. ഇനി എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എടാ ഈ 2, 5, -1, 5/2, 1/2, -3/2 ഇങ്ങനത്തെ നമ്പേഴ്സൊക്കെ പോളിനോമിയൽസ് ആണോ? ഓഫ് കോഴ്സ് ആണ്. 2 എനിക്ക് എങ്ങനെ എഴുതാം? 2 × x⁻0 എന്ന് എഴുതിക്കൂടെ? 2 എനിക്ക് 2 × x⁻0 എന്ന് എഴുതിക്കൂടെ? x⁻0 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. 2 × 1 2 തന്നെ വരും അല്ലേ? x⁻0 എന്ന് പറയുമ്പോൾ എന്താ? 1 ആണ് വാല്യൂ. അപ്പോൾ 2 × 1 2 തന്നെയല്ലേ വരും? ആണ്. അപ്പോൾ 2 എനിക്ക് 2 × x⁻0 എന്ന് എഴുതാം. ഇതിൽ എക്സിൻ്റെ പവർ എന്താ? 0. ഹോൾ നമ്പർ അല്ലേ? ആണ്. അതേപോലെ ഈ നമ്പേഴ്സിന്, എല്ലാത്ത നമ്പേഴ്സിനും എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ. ആ നമ്പർ × x⁻0 എന്ന് എഴുതാം. അതായത് ഒരു പോളിനോമിയലിൻ്റെ
ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. സോ അതൊക്കെ എന്താ, അതൊക്കെ പോളിനോമിയൽസ് ആണ്. ഇതൊക്കെ പോളിനോമിയൽസ് ആണ്. ആൻഡ് ഇതൊക്കെ കോൺസ്റ്റന്റ് നമ്പേഴ്സും ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റന്റ് പോളിനോമിയൽസ്. അതിൽ സീറോയും പെടും കേട്ടോ, സീറോയും പെടും. സീറോനെ എനിക്ക് 0 × x⁻² എന്ന് എഴുതാം, 0 × x⁻1 എന്ന് എഴുതാം, 0 × x⁻2 എന്ന് എഴുതാം, എങ്ങനെ വേണം എഴുതാം, കുഴപ്പമൊന്നുമില്ല. പോളിനോമിയലിൻ്റെ ഫോർമാറ്റിൽ എഴുതാൻ പറ്റും, അത്രയേ ഉള്ളൂ. ഓക്കെ. ആൻഡ് ഇതിൽ സീറോനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വിളിക്കുന്ന പേരാണ് സീറോ പോളിനോമിയൽ. ഓക്കെ. അപ്പോൾ ബാക്കിയുള്ള റിയൽ നമ്പേഴ്സോ, സീറോ അല്ലാണ്ട് ബാക്കിയുള്ള റിയൽ നമ്പേഴ്സോ, റെസ്റ്റ് ഓഫ് ദം എന്താ, സീറോ അല്ലാണ്ട് ബാക്കിയുള്ള പോളിനോമിയൽസ്, അത് തന്നെയാണ് അതിനെ വിളിക്കുക എന്ത്, നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽസ്. സീറോ അല്ലാത്ത കോൺസ്റ്റന്റ് പോളിനോമിയൽസ്, നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽസ്. അപ്പോൾ ഇതാണ് പോളിനോമിയൽസിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. എന്താണ് പോളിനോമിയൽസ് എന്നും എന്തൊക്കെയാണ് പോളിനോമിയൽസ് എന്നും ഉള്ളതാണ് പോളിനോമിയൽസിൻ്റെ ബേസിക്സ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് പോളിനോമിയൽസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. പോളിനോമിയൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡിഗ്രി പഠിക്കണം, അതിൻ്റെ സീറോസ് പഠിക്കണം, എന്നിട്ടൊക്കെ വേണം നമ്മൾ പിന്നെ സീറോസ് കണ്ടുപിടിക്കാം. ലീനിയർ പോളിനോമിയലിൻ്റെ സീറോസ് കണ്ടുപിടിക്കാം, അതേപോലെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സീറോസ് കണ്ടുപിടിക്കാം. അങ്ങനെ ഒട്ടനവധി ടോപ്പിക്സ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, 10th ചാപ്റ്ററിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. സോ ഡീറ്റെയിൽഡ് ക്ലാസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അസ്ട്ര ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്പർ താഴെ കൂടെയുള്ള സ്ക്രോളിലുണ്ടാവും. ഓക്കെ, ബൈ.